കഴിഞ്ഞ ദിവസം സാറിന്റെ ഒരു പുതിയ പോഡ്കാസ്റ്റ് കാണാനിടയായി. ഇടതു സർക്കാർ പിണറായി മന്ത്രിസഭ അധികാരത്തിൽ എത്തുകയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുറക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് പിണറായി വിജയന്റെ ഇമേജ് തകർത്തേ പറ്റൂ എന്നാണ്. അതിനകത്ത് താങ്കൾ പറയുന്നുണ്ട് പിണറായി വിജയൻ സർക്കാരിനെ ഡിഗ്രേഡ് ചെയ്തത് മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തോൽവിക്ക് മാധ്യമങ്ങൾ അത് ഇമ്പോർട്ട് ചെയ്ത ഒരു രീതിയുടെ പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പിണറായി വിജയൻ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്കുകളും പറ്റിയിട്ടില്ല, മാധ്യമങ്ങൾ മാത്രമാണ് ഇതിന്റെ ചുമതല മൊത്തമായിട്ടും കൊടുക്കുന്നത്. താങ്കൾ എന്തായാലും ആ ചോദ്യം ചോദിച്ചാൽ നന്നായി. എൻ്റെ ഒരു 1.25 മണിക്കൂർ 1 മണിക്കൂർ 42 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ശരിക്കും അത്രയും ദൈർഘ്യമേറിയതുകൊണ്ട് വിട്ടുപോയ അല്ലെങ്കിൽ നിർത്തിയൊരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം അതിനകത്ത് വാസ്തവമാണ്. അത് BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറഞ്ഞാൽ അതിലാണ് പോഡ്കാസ്റ്റ് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയാതെ പോയൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ CPM-നും പിണറായിക്കും പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. എന്തായാലും അത് ഇവിടെ എടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ചോദ്യം ചോദിച്ചത്. ഒന്നാമത്തത് പിണറായിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ആ പ്രതിച്ഛായ നിർമ്മിതികളൊന്നും കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യാൻ പോയില്ല എന്ന് പറയുന്ന ഒരു വലിയ തകരാറുണ്ട്. അതിനേക്കാൾ ഉപരി അതിലേക്കുള്ള എണ്ണയും ഇന്ധനവും പകർന്നു കൊടുക്കുന്ന നിരവധി പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നു. ആ ഉദ്യോഗസ്ഥർ ചെയ്തപ്പോഴേക്കും അദ്ദേഹം അതിനകത്ത് കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം നിങ്ങളോട്. ഈ രാജ്യത്ത് നമ്മുടെ ഏത് രാജ്യത്തും ഏത് ജനതയെയും ഏതൊരു പ്രത്യേകിച്ചും പുതിയ ഒരു ജെൻസി എന്നൊക്കെ വിളിക്കാവുന്ന ജെൻ ആൽഫ എന്നൊക്കെ വിളിക്കാവുന്ന പുതിയ തലമുറയൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾ എന്തൊക്കെ തന്നെ അവർക്ക് വാരിക്കോരി കൊടുത്താലും നിങ്ങളുടെ ധിക്കാരമോ അല്ലെങ്കിൽ അഹങ്കാരമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടിച്ചമർത്തലുകളോ ഒന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ മൈക്കിനെതിരെ കേസെടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. മൈക്ക് ഹൗൾ ചെയ്തു, ആ മൈക്കിനെതിരെ കേസെടുത്തിട്ട് അയാളെ ശിക്ഷിച്ചോ ഇല്ല എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അയാളൊന്നും ശിക്ഷിച്ചില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, മൈക്ക് വാടക കൊടുക്കുന്ന ഒരാളാണ്, തിരുവനന്തപുരത്ത് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മൈക്ക് കൊണ്ടുവച്ചു. മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ആ മൈക്ക് ഹൗൾ ചെയ്താൽ ഇപ്പം ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. ഇപ്പം ഞാനൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന 3 മണിക്കൂർ സെമിനാർ എടുക്കുന്നതിനിടയ്ക്ക് മൈക്ക് 2 തവണ ഹൗൾ ചെയ്ത് എനിക്ക് ദേഷ്യം വരും. തുറന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെയൊക്കെ എല്ലാവർക്കും ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള അത് കൃത്യമായിരിക്കണം. ചിലപ്പോൾ ചിലർ വയറിൽ ചവിട്ട് ചെയ്തായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടായതായിരിക്കും. ആ പ്രശ്നം ദേഷ്യം വരും. ആ ദേഷ്യം വരുന്നൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ ജനത്തിന് മനസ്സിലാവും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു FIR ഇടുന്നു ആർക്കെതിരെ? ആൾക്കെതിരെ പോലുമല്ല, മൈക്കിനെതിരെ. അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ പോലീസ് ചെയ്തതിലും തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ഗൂഢാലോചന ഉണ്ടോന്ന് അന്വേഷിച്ചു. ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് ആ മൈക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തുവിട്ടു. പക്ഷെ ആ പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം എന്താ? വലിയ ഹെഡിങ് വരികയാണ്, മൈക്കിനെതിരെ കേസെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഹെഡിങ് വരികയാണ്. വലിയ ഡാമേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? ഇത്തരത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇതുപോലെയുള്ള വളരെ ട്രിവിയലായ നിസാരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്ത് എന്ത് ചെയ്യുന്നു? പിണറായി വിജയന്റെ തന്നെ വ്യക്തിപരമായ തീരുമാനങ്ങളായി ഇത് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അതായത് സത്യം പറഞ്ഞ ഇവരെല്ലാവരും വിചാരിക്കണത് എന്താണെന്നറിയോ? രാവിലെ പിണറായി വിജയൻ വിളിച്ചിട്ട് പറയാണ് മൈക്ക് ഹൗൾ ചെയ്തു, കേസെടുക്കുന്നു പറയാണ്. അപ്പൊ ഒരു രാജാവാണ്, ചക്രവർത്തിയാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എന്ത് ചെയ്യാണ്? മാറുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു ജനാധിപത്യപരമല്ലാത്ത നിലപാടുകൾ ഉണ്ട് എന്നുള്ള തോന്നൽ ആളുകൾക്ക് സൃഷ്ടിക്കുകയാണ്. എന്നാൽ അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണവും പിന്നീട് വന്നില്ല. അതേസമയം പത്രസമ്മേളനം വിളിച്ചു നിർത്തി പറഞ്ഞാൽ മതി, പോലീസ് കേസെടുത്തതാണ്. ആ പോലീസ് കേസെടുത്തപ്പോഴേക്കും ഞാനത് വേണ്ടെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. ഞാനിപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്ത് പോക്കൃത്തരാണ് കഴിക്കണത്, വേണ്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇത് ആളുകൾ മുഴുവൻ വിചാരിക്കുന്നത് പിണറായി ഹൗൾ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു എന്ത് ചെയ്യാൻ, കേസെടുക്കാൻ. ഇത് പലതരത്തിലാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ എറണാകുളം ജില്ലയിൽ ഒരു കുടിയൊഴിപ്പിക്കലുണ്ടായി. ഈ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പിണറായിയുടെ പോലീസ് ഗൂഢാലോചന നടത്തിയതാണെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിക്കും കുഴപ്പമില്ല, മുഖ്യമന്ത്രിക്കും കുഴപ്പമില്ല, ഒരാൾക്കും കുഴപ്പമില്ല. പകരം രമേശ് ചെന്നിത്തല അറിഞ്ഞപ്പോൾ തന്നെ അത് നിർത്തി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് ഒരു കാലഘട്ടത്തിലും പോയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ അബദ്ധം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. മൈക്കിനെതിരെ കേസെടുത്തത്, ഷാജനെതിരെ കേസെടുത്തത്, അതുപോലെ നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തത്.
ഇപ്പൊ ഇവിടെ ക്രൈമിന്റെ ഓൺലൈനിൽ തന്നെ പലവട്ടം എന്ത് ചെയ്തത് കേസെടുക്കുകയും അതുപോലെ തന്നെ ഇത് മറ്റേ കേസെടുക്കുന്നതൊക്കെ നിങ്ങൾക്കെതിരെ ഒരു പരാതി വന്നാൽ കേസെടുക്കേണ്ടി വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു വെഞ്ചൻസോട് കൂടിയുള്ള ഒരു പ്രതികാര നടപടിയാണ് എന്നുള്ള നിലക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രണ്ട് കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയെ പിടിച്ച് തള്ളി, അപ്പൊ നമ്മൾ വിചാരിക്കണം ആ കുട്ടി അല്ലെങ്കിൽ ഒരു പെൻസിലിൽ കുത്തി, അപ്പൊ നമ്മൾ വിചാരിക്കണം ആ പെൻസിലിൽ കുത്തിയത് മോശമല്ലേ എന്ന് പറയാൻ നമ്മൾ നാക്കെടുക്കുമ്പോഴേക്കും മറ്റേ കുട്ടി, ഈ പെൻസിലിൽ കുത്തുകൊണ്ട കുട്ടി ഇപ്പുറത്തെ കുട്ടിയുടെ മുഖമിടിച്ച് ചോര വരുത്തുകയോ വാക്കത്തേക്ക് വെട്ടുകയോ ചെയ്ത് എന്തായിരിക്കും പ്രത്യേകത? നമ്മൾ ഉറപ്പായിട്ട് മറ്റേ കുട്ടിയുടെ ഒപ്പം നിൽക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ എതിർക്കുന്ന ആളുകളോട് ഒരു പ്രൊപ്പോർഷനേറ്റായി അവരെ എതിർക്കുക, അവരുടെ ആശയപരമായി എതിർക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്കുള്ള ചില നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടായി. അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അത് പിണറായി പോലും അറിഞ്ഞിട്ടില്ല, പക്ഷെ പിണറായി രാജാവിനേക്കാൾ വലിയ രാജഭക്തി മൂത്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് കൊണ്ടും അവർ ചെയ്തിട്ടുള്ളൊരു പണിയാണിത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ രാജഭക്തരുടെ കപടഭക്തി മനസ്സിലാകുമ്പോൾ രാജാവിന് ഇടപെടേണ്ട സമയം അതാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇടപെട്ടില്ല, അത് പിണറായിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. അതിന് പകരം അദ്ദേഹം മിക്ക ദിവസങ്ങളിലും പ്രസ് മീറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം മിക്ക ദിവസങ്ങളിലൊന്നും പ്രസ് മീറ്റ് നടത്തിയിട്ടില്ല. അദ്ദേഹം പ്രസ് മീറ്റ് നടത്തിയേക്കുന്നത് ഒന്ന് കോവിഡിന്റെ സമയത്ത് മാത്രമാണ് എല്ലാ ദിവസവും വന്ന് പ്രസ് മീറ്റ് നടത്തിയത്. അല്ലാത്ത സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ പിണറായി വിജയൻ എന്ത് ചെയ്യാറുള്ളൂ, പ്രസ് മീറ്റ് നടത്താറുള്ളൂ. അതൊരു കുഴപ്പമാണ്. അങ്ങോട്ട് ചോദ്യങ്ങളൊന്നും അനുവദിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്, അദ്ദേഹം കേൾക്കാറുണ്ട്, അദ്ദേഹത്തിന് മറുപടി പറയാറുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ അപ്പോഴും ഒരു സമയനിഷ്ഠ അതിനകത്തെല്ലാം തന്നെ പാലിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത്. ആ വ്യാഖ്യാനത്തിനൊന്നും അടിസ്ഥാനമില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ പിണറായി വിജയൻ ഇത്രയും കാലം പലപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു കമന്റ് ഉണ്ട്, അത് പൊളിഞ്ഞ് തരിപ്പണമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്താണെന്നറിയോ, പിണറായി വിജയന് PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന നരേഷൻസ് വായിക്കാൻ മാത്രമേ അറിയൂ എന്നാണ് പറഞ്ഞു വെച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വണ്ണിന്റെ ചീഫ് എഡിറ്റർ മുതൽ സുജയ പാർവതി മുതൽ ഈ പറയുന്ന സുജയ പാർവതിയുടെ കൊഞ്ചൽ ഇന്റർവ്യൂ ആയിരുന്നു, അത് മുതൽ മീഡിയ വണ്ണിന്റെ പ്രമോദ് രാമൻ മുതൽ ഏഷ്യാനെറ്റിന്റെ ആളുകൾ മുതൽ സിന്ധു സൂര്യകുമാർ മുതൽ എല്ലാവർക്കും അദ്ദേഹം ഇന്റർവ്യൂ എടുത്തു. പിണറായി വിജയനെ പോലുള്ള ആൾക്ക് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ ഒന്നിന്റെ ആവശ്യമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെയുള്ള യൂട്യൂബേഴ്സ് അടക്കമുള്ള വലിയ ആളുകൾക്കും ഈവൻ മനീഷ് നാരായണനെ പോലെയുള്ള ആളുകൾക്കും ഒരു ഇന്റർവ്യൂ എടുത്തു. അപ്പൊ അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താ വെച്ചാൽ ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന ഒരു നരേറ്റീവുകളെ അദ്ദേഹം വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല, ഒരു കാലത്ത് കൊടുത്തിട്ടില്ല. അതെന്താ വെച്ചാൽ ഇപ്പൊ ലാവ്ലിൻ കേസ് തന്നെ വരുമ്പോ എന്നെ ഹൈക്കോടതി വെറുതെ വിട്ടതാണെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു നരേറ്റീവ് ഒക്കെ ഉണ്ടാവുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പാർട്ടിയിൽ നിന്നും ആരും വന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും വന്ന് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്താലും മതി, അതും ചെയ്തില്ല. ഇനി ഇത് കൂടാതെ അടുത്ത ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കി എന്താണെന്നറിയോ, ഇപ്പൊ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ യഥാർത്ഥത്തിൽ ഒപ്പിടാത്ത ഒരു സ്റ്റേറ്റും ഇല്ല. കോൺഗ്രസിന്റെ എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ, CPIനെ അറിയിക്കാതെ പോയി ഒപ്പിടുന്നു, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ശിവൻകുട്ടി വന്നിരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു, എന്താണ്, ഞങ്ങൾ അത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പകരം ഒപ്പിടുക, കാശ് മേടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ഫ്രീസറിൽ വെക്കുക, നടക്കുക. ശരിയാണ്. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്, ബിനോയ് വിശ്വത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഫോൺ വിളിച്ച് ശിവൻകുട്ടി പറയാണ്. ശിവൻകുട്ടി അതിനുശേഷം ബിനോയ് വിശ്വത്തിന്റെ CPIയുടെ ഓഫീസിൽ പോയി. ഞാൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല. നേരെ അതിനു മുമ്പ് തന്നെ വിളിച്ചിട്ട് പറയാം, ബിനോയ് ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പൊ നമ്മളത് ചെയ്യാൻ പോണെയാണ്. അല്ലെങ്കിൽ വേണ്ട, രാജനോട് പറയുന്നു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പൊ ഇതേപോലെയുള്ള ഞങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒറ്റക്ക് അത് ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു കാര്യം വലിയ തിരിച്ചടിയായി മാറി. ഈ തിരിച്ചടികളിൽ ഒന്നും തന്നെ കൃത്യമായ സമയത്ത് മറുപടി പറഞ്ഞില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, PV അൻവർ പുറത്തേക്ക് പോയിട്ട് ഏതാണ്ട് 1.5 മാസത്തോളം മാധ്യമങ്ങളിൽ PV അൻവർ രാവിലെ വന്ന് മൈക്ക് വെക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളിൽ ലൈവ് കൊടുക്കുകയാണ്. ഈ ലൈവ് കൊടുത്തിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വന്ന് അതിനുവേണ്ടി മറുപടി പറയുമ്പോഴാണ് പാർട്ടിയുടെ ഒരു മറുപടി കിട്ടുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത്തരത്തില് ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാകുന്നു. ആ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവനവന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു. അത് പിണറായി പറഞ്ഞിട്ടുണ്ട് ആദ്യമുഖത്തിൽ. അതായത് അദ്ദേഹം പറയുന്നത്, എനിക്കെതിരെ വന്ന വാർത്തകളൊന്നും ഞാൻ ഗൗരവത്തിൽ എടുക്കുകയോ അതിനെക്കുറിച്ച് വിഷണ്ണനാവുകയോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ട് ഈ കേരളം മുഴുവൻ ഉണ്ടാകാവുന്ന വലിയ നരേറ്റീവുകളുണ്ട്. ആ നരേറ്റീവുകളെ ചെറുത്തു തോൽപ്പിക്കണ്ടേ? ആ ചെറുത്തു തോൽപ്പിക്കാനുള്ള പരിശ്രമം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ലാസ്റ്റത്തെ 3 മാസങ്ങളിലാണ്.
അപ്പൊ ഇതുപോലെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ മുമ്പ് പറ്റിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് KK രമയുടെ കേസിലും അതുപോലെ തന്നെ TP കൊല്ലപ്പെടുന്ന കേസിലും ഒക്കെ തന്നെ CPM പറ്റിയ വലിയ ബ്ലണ്ടറാണ്. ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ അത് CPM സ്റ്റേറ്റ് നേതൃത്വത്തിൽ നിന്ന് രാവിലെ പൊളിറ്റ് ബ്യൂറോ കൂടിയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുള്ളിയുടെ തട്ടിക്കളയാന്ന് വിചാരിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ CPM ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഒരു ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുവരെയുള്ള നേതാക്കന്മാരോ അറിഞ്ഞുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടലെന്ന് പിണറായി വിജയന്റെ റോളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ, ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കുകയും കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് പറയുകയും ഒക്കെ ചെയ്തതോടുകൂടി എന്താ സ്റ്റേറ്റ് ലെവലിൽ ഇതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉണ്ട്, അവരെ അറിയാതെ ഇത് ചെയ്യില്ല എന്ന് പറയുന്ന ധാരണ വന്നു. യഥാർത്ഥത്തിൽ ഇനി ഞാൻ പറഞ്ഞത് ഇപ്പൊ പോലും അല്ല, ഇനി ഒരിക്കലും CPM തിരുത്താൻ കഴിയാത്തൊരു വലിയ മിസ്റ്റേക്ക് ആയി പോയത്. ഉറപ്പായിട്ടും മനസ്സിലായോ? ഇപ്പൊ മാത്രം MA ബേബി വന്നിട്ട് പറയുന്നത് ഇനി സഖാക്കൾക്ക് എന്തും പേടിയില്ലാതെ പാർട്ടിയോട് തുറന്നു പറയാം എന്ന് പറയുമ്പോൾ ഇത്രയും നാള് സഖാക്കന്മാർക്ക് ആ ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിക്കൽ കൂടിയല്ലേ അത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ അത് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ ഇത്രയും നാൾ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഒന്നുകൂടി എന്ത് ചെയ്തോട്ടെ, തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന ഒരു ആഹ്വാനമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാം. ഈ വ്യാഖ്യാനത്തിനൊക്കെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിട്ടില്ലെന്ന് വിചാരിക്കുന്ന മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തുറന്ന് തന്നെ അഭിപ്രായം പറയണം. നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ വരികയാണ്, അതിനിടയിൽ ഒരു തടസ്സപ്പെടുത്തലും ഉണ്ടാകരുത് എന്നൊക്കെ തന്നെ നിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല നിർദ്ദേശമാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ പോലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ ആളുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ് വിചാരിക്കണം. അതെന്താ വെച്ചാൽ എല്ലാ മാധ്യമങ്ങളും പക്ഷം പിടിക്കുകയും വളരെ കൃത്യമായി മാധ്യമങ്ങൾ ഒരു പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുകയും, നേരത്തെ ഏഷ്യാനെറ്റൊക്കെ കുറച്ചുകൂടി നിഷ്പക്ഷമായിരുന്നു എന്നൊക്കെയാണ് അവർ തന്നെ ഭാവിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങളൊരു പക്ഷം പിടിക്കുന്നു എന്നുള്ളതൊക്കെ അവരും മീഡിയ വണ്ണും മനോരമയും ഒക്കെ ഒരു പക്ഷത്ത് വളരെ കൃത്യമായി നിലയുറപ്പിക്കുകയും, എന്നാൽ തൊട്ട് സൈഡിൽ റിപ്പോർട്ടർ ചാനലും ബാക്കിയുള്ളവരൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യവുമുണ്ടായി. ഇതിലും CPM വലിയ മിസ്റ്റേക്ക് പറ്റി. എന്താ കാര്യം, ഇപ്പൊ അരുൺകുമാർ ന്യായീകരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ആൻഡോ അഗസ്റ്റിൻ ന്യായീകരിക്കുമ്പോൾ അത് കേസിൽ പെടാതിരിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള 100 കണക്കിന് മിസ്റ്റേക്കുകൾ CPM പറ്റി എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇനി വേറൊരു മിസ്റ്റേക്ക് ഞാൻ താങ്കളോട് പറഞ്ഞുതരാം. ഞാൻ ഇന്റർവ്യൂ ചെയ്താണ് മറ്റേ മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി വരുമ്പോൾ മറിയക്കുട്ടിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത ദിവസം തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞത് അവർ വെറുതെ ഉയർന്നു വന്നതല്ല, അവർ വളരെ കൃത്യമായ പ്ലാൻഡായി ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അവരെ നാട് മുഴുവൻ നടന്ന് ഇന്റർവ്യൂകൾ നടത്തുകയും അവർ സഹായം തേടുകയും അവരോടൊപ്പം തന്നെ അവരുടെ ചെറിയ കുട്ടികളടക്കമുള്ള 2-3 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്താണ്. പക്ഷെ ഇതിനും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നവും വിഷയമല്ല. പക്ഷെ എന്താ അടുത്ത വിഷയം എന്താണെന്നറിയോ, ദേശാഭിമാനിയിൽ വാർത്ത വരികയാണ്. എന്ത് പറഞ്ഞാന്നറിയോ, ഈ മറിയക്കുട്ടിയുടെ മകൾ ഇംഗ്ലണ്ടിലാണ്. ഇത്ര സ്ഥലം ഉണ്ടെന്ന് വന്നു, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നും പറഞ്ഞു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോട്ടെ, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടെന്നും പറഞ്ഞ് വന്നു. ഈ വാർത്ത വന്നിട്ട് മറിയക്കുട്ടി എന്ത് ചെയ്തതെന്നറിയോ, തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും കണ്ട് എനിക്ക് സ്ഥലമില്ലെന്ന് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ താങ്കളെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെ കേട്ട് നിൽക്കുന്ന ആരെങ്കിലും വെല്ലുവിളിക്കുന്നു, നമ്മളെ നേരെ ചെന്നിട്ട് എനിക്കൊരു സ്ഥലവും ഇല്ലെന്ന് സാധാരണ ഒരു വില്ലേജ് ഓഫീസറോ ഒരു തഹസിൽദാരോ എഴുതി കൊടുക്കൂല പെട്ടെന്ന്. മറിയക്കുട്ടിക്ക് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള തഹസിൽദാരിന്റെ അത് എഴുതി കൊടുത്തു. ഒരു സ്ഥലവും ഒരു സാധനവും ഇല്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. കൂടാതെ അവരുടെ മകൾ അവിടെ ലോട്ടറി വിൽക്കുകയാണ്. ഒരു മകള് പ്രാർത്ഥന ഈ പറയുന്ന ക്രൈസ്റ്റ് അങ്ങനെ വിശ്വാസങ്ങളുമായിട്ട് നടക്കുകയാണ്. മറ്റൊരു മകള് അസുഖമായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. ഇവരുടെ ഒരു അനിയത്തി എന്ന് പറയാവുന്ന ഒരാൾ ഇംഗ്ലണ്ടിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അനിയത്തിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇവരെ നോക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവരുടെ ഒരു ബന്ധുവുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് ദേശാഭിമാനി വാർത്ത എഴുതുന്നു. ഇത് സത്യത്തില് ഇവരുയർത്തിയ പ്രശ്നത്തെക്കാളേറെ ഈ പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമായി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള 100 കണക്കിന് വിഷയങ്ങളിൽ ഒന്ന് മാധ്യമങ്ങൾ ഓൾറെഡി അപ്പുറത്ത് നിൽക്കുന്നു. മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ റിയാക്ഷനും കൂടി അതുപോലെ ആയാൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും മനസ്സിലായി, ഒരു പ്രശ്നം വരുന്നുണ്ട്. അവിടെയാണ് അതിന്റെ പ്രശ്നം. ആ പ്രശ്നങ്ങളിലാണ് CPM ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടായത്. പിന്നെ ഇനി അടുത്തൊരു കാര്യം കൂടി താങ്കളോട് പറയാം. ഇത് CPM പിണറായി വിജയനോ എന്ന് അറിഞ്ഞിട്ട് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ കാര്യം കൂടി പറയാം. ഈ ആർട്ടിക്കിൾ എഴുതിയ ഈ വാർത്ത കൊടുത്തിട്ടുള്ള 2 പേർക്കെതിരെ CPM നടപടിയെടുത്തു. എത്ര പേരത് അറിഞ്ഞിട്ടുണ്ട്? ഇത് അറിയിക്കാൻ ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായി.
നാളെ CPM-ന്റെ ജയശോമാരുടെ ജനറൽ മാനേജർ വന്നിരുന്ന ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ ആരും കൊടുക്കണമെന്നില്ല. പക്ഷെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയാണ്, മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇത്തരത്തിൽ നമുക്ക് ഒരു പ്രതിഷേധം പിച്ചിച്ചട്ടി ഉയർത്തിക്കൊണ്ട്. ശരിയാണ്, 4-5 മാസമായിട്ട് നമ്മളത് കൊടുത്തിട്ടില്ല. ആ കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കും. അവരെ വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരോട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ എതിർപ്പും കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കുറെ കൂടി സുന്ദരമായ പ്രശ്നം തീരുമെന്ന്. രണ്ടാമത്തത്, ദേശാഭിമാനി എഴുതിയിട്ടുള്ള വാർത്താക്കുറിപ്പിൽ ഇന്ന മിസ്റ്റേക്കുകൾ പറ്റി, അതുകൊണ്ട് ഞങ്ങൾ അവരോട് നിരുപാധിക മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ആൾക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഒരു പ്രശ്നമുണ്ടേ. മാധ്യമങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ലൈവായിട്ട് എല്ലാവരും കൊടുക്കേണ്ടി വരും. മനസ്സിലായി? ഇത് സത്യം പറഞ്ഞാൽ തന്ത്രപരമായി കേരളീയ TVയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെന്റെയോ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് പറയാനുള്ള അവസരം കിട്ടും നാച്ചുറലി. മനസ്സിലായി? അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടുന്നതിന് പകരം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയ ആളുകൾക്കെതിരെ ദേശാഭിമാനി നടപടി എടുത്തു. ഞാൻ ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. പക്ഷെ എന്ത് ചെയ്തു? ഈ വാർത്ത പുറത്തേക്ക് വന്നില്ല. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് വലിയ തോതിൽ വരാതിരിക്കുന്ന നിരവധി കാര്യങ്ങളിൽ ഈ അപകടം പറ്റി. ഇനി ഏറ്റവും ഒടുവിൽ ആശാസമരത്തിനോട് അവിടെ ഒരു 4-5 തവണയെങ്കിലും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. അത് വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സമരം കൂടിയായിരുന്നു. പക്ഷെ ഈ സമരത്തെ നമ്മൾ എതിർക്കുമ്പോൾ വസ്തുതാപരമായി എതിർത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. കാരണം എന്താ? കേന്ദ്ര ഗവൺമെന്റ് കൂട്ടേണ്ടതാണ്, കേരള ഗവൺമെന്റ് കൂട്ടേണ്ടതാണ്. അതിൽ കേരള ഗവൺമെന്റിനെതിരെ മാത്രം സമരം ചെയ്യുന്നതിൽ ഒരു കുബുദ്ധിയുണ്ട്. മനസ്സിലായോ? അത്ര ഞാൻ പറയുന്നുള്ളൂ. സുരേഷ് ഗോപിയുടെ നിന്ന് കൊടയം മേടിച്ച് ചൂടിയിട്ട് കേരള ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഈ യഥാർത്ഥത്തിൽ ആ സമരത്തിൽ INTUC ഇല്ല. ആ സമരം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMS-ന് ആശാ വർക്കേഴ്സിൻ്റെ യൂണിയൻ ഉണ്ടാവുകയാണ്. അതായത് SUCയുടെ യൂണിയനെ പിളർത്തിക്കൊണ്ട് BMS-ന് യൂണിയൻ ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആശാ വർക്കേഴ്സും പെമ്പിളയൊരുമയും സമരത്തിലൊക്കെ ഉണ്ടായതുപോലെ പലപ്പോഴും അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യം പറയുക, വൃത്തികേട് പറയുക, ബാക്കിയുള്ളത് പറയുക എന്ന് പറഞ്ഞാൽ നാച്ചുറലി അവരുടെ ആളുകൾ കൂടുതൽ നിൽക്കും. അത്തരത്തിലുള്ള നിരവധി, ഞാൻ പറയാൻ പോയപ്പോൾ തീരുമില്ല, ഒരു എപ്പിസോഡ് മതിയാവില്ല, അത്തരത്തിലുള്ള നിരവധി മിസ്റ്റേക്കുകൾ ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം കൊണ്ടിട്ട് എന്താ സംഭവിക്കുന്നത്? വളരെ ധിക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഇതിനോടൊക്കെ ഈ പറയുന്ന പോലെ എതിര് നിൽക്കുന്നവരോടെല്ലാം വാളെടുക്കുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ ക്രിയേറ്റ് ചെയ്തു. ഈ ഞാൻ തുറന്നു തന്നെ പറയുന്നു, ഇപ്പൊ ഷാജനെതിരെ പോലും വലിയ കേസൊക്കെ എടുത്തു. ഞാൻ വിചാരിക്കുന്നില്ല ഷാജൻ അറസ്റ്റ് ചെയ്യണം, ജയിലിൽ ഇടണമെന്ന് CPM-ഓ പിണറായി വിചാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഷാജന്റെ മിടുക്കുകൊണ്ട് ഷാജൻ രക്ഷപ്പെട്ട് കളഞ്ഞൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ ഒരു പോലീസ് നാളെ ഒരു SHO ചെന്നിട്ട് നേരെ അവിടെ ചെന്നിരിക്കുന്നു, ഷാജൻ ഫ്രണ്ടിരിക്കുന്നു, ഇറങ്ങുന്നു പറഞ്ഞാൽ വന്നിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ, റിമാൻഡ് ചെയ്യിപ്പിക്കാവുന്നുള്ളൂ. അത് ചെയ്തില്ല. അപ്പൊ അത് ചെയ്യാതെ ഓക്കെ, കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, മറ്റാരെങ്കിലും സമ്മർദ്ദത്തിന് ചിലപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ ജയിലിൽ അടക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം അങ്ങനെ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ, എന്നെ ജയിലിൽ അടക്കണമെന്ന് വിചാരിച്ചാൽ ഇനി ഈ ലോകത്ത് ആരെ ജയിലിൽ അടക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാം? ഒരു കാരണം കണ്ടെത്താൻ ജയിലിലടക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ഇതുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യം, നിങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്ന, നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ നിങ്ങൾ ഉരുക്ക് പൊട്ടിക്കൊണ്ട് നേരിടും എന്ന് പറയുന്ന ഒരു നരേറ്റീവിലേക്ക് ഈ സാധനങ്ങൾ മൊത്തം പോയി. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ തന്നെ ഒരു കൾമിനേഷനാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ഒരു വികാരം ഉണ്ടാക്കിയത്. മനസ്സിലായി? അതായത് നിങ്ങൾ എത്ര നന്നായി ഭരിച്ചാലും, നിങ്ങൾ എത്ര ഗംഭീരമായി വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും, നിങ്ങൾ എത്ര നന്നായി എന്നെ ഭക്ഷണം തന്ന് എന്നെ നോക്കിയാൽ പോലും, നിങ്ങൾ ഏറ്റവും ഒടുവിൽ അതെല്ലാം എൻ്റെ ഔദാര്യമാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന പോലെ ഒരു ധിക്കാരപരമായ നിലപാടാണെന്നോ എൻ്റെ അടിച്ചമർത്തലാണെന്നോ ഒക്കെ തോന്നിയാൽ ജനം ഒരു കാലത്തും അത് എന്ത് ചെയ്യില്ല, മറക്കില്ല. അതാണ് പറ്റിയ മിസ്റ്റേക്ക്. പക്ഷെ ഇതേ ഒരു സാധനത്തിന്റെ തന്നെ മറ്റൊരു വശമില്ലേ, ഇപ്പോ കൊടുക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് പട്ടിണിയാണ് ഏറ്റവും ഇതുള്ള വികാരം എന്ന് പറയുന്നത്. അവസാനത്തെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവസാന സമയം കൊടുത്ത പെൻഷനും അതുപോലെ കിറ്റും ഒക്കെ തന്നെയാണ് അവരെ അടുത്തതിലേക്ക് കൊണ്ടുവന്നത്. അതുവരെ അവരെ പട്ടിണി കിട്ടത് മറന്നു കളഞ്ഞിട്ടുമുണ്ട് ജനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഈ കേരളത്തിലുള്ള ഇലക്ഷൻ ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ 10-20 കൊല്ലമായി കേരളത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രചരണമുണ്ട്. ആ പ്രചരണത്തെ കുറിച്ചൊക്കെ ഞാനിവിടെ പറയാത്തത് ഇത് മാത്രം പറയാൻ വിട്ടുപോയ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു. മറ്റതെല്ലാം ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രോ സംഘപരിവാർ മീഡിയകളുടെ അജണ്ടകൾ കൃത്യമായി കേരളം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചർച്ചയായിട്ടില്ല. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നോക്കൂ, BJPയും CPM-ഉമായിട്ടുള്ള ബന്ധം, ശബരിമല ഇഷ്യൂ, തൃശ്ശൂർ പൂരം കലങ്ങിയത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അല്ലാതെ വിശപ്പോ മനുഷ്യന്റെ പ്രശ്നങ്ങളോ ഒന്നും ചർച്ചയായിട്ടില്ല. ഈ 1980-കളിൽ DYFI ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. എരിയുന്ന വയറിലെ തീ അങ്ങോട്ട് നൈസായിട്ട് വിട്ടു. എന്നിട്ട് KM ഷാജി പറഞ്ഞൊരു കാര്യം, മതമല്ല 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 പ്രശ്നം എന്നാണ് നിങ്ങൾ പറയണം, പക്ഷെ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഒരു ചെരിവിലേക്ക് വന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത് താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് അഡ്രസ് ചെയ്താൽ, താങ്കളടക്കം എല്ലാവരും മനസ്സിലാക്കിക്കോളൂ ഒരു സിമ്പിൾ കാര്യം. കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു 5 കൊല്ലമായി നമ്മൾക്ക് കണ്ടിന്യൂസ്ലി കിട്ടിയാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവകാശമായി തീരുകയും അതിൽ നമുക്കൊരു പുതുമയോ സ്നേഹമോ ഒന്നും ആരോടും ഇല്ലാതിരിക്കുകയും ചെയ്യും. താങ്കൾ തന്നെ ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ബിരിയാണി മേടിച്ചതെന്ന് വെച്ചു. ഒരു 5 കൊല്ലം കണ്ടിന്യൂസ്ലി മേടിച്ചതിനാണെങ്കിൽ 6ാമത്തെ കൊല്ലം താങ്കൾ, അല്ലെങ്കിൽ വേണ്ട ഒരു 50 ദിവസം മേടിച്ചെന്നാൽ അതെ 51ാമത്തെ ദിവസം താങ്കളേക്ക് മേടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും അതെന്ത് പോക്കൃത്തരോണി കാണിച്ചെന്ന്. മനസ്സിലായി? അനുഭവം ഉണ്ട് എനിക്ക്. നമ്മളെല്ലാ ദിവസവും ഒരാൾക്ക് 100 കൊടുത്തോണ്ടിരിക്കുകയാണ്. 25 ദിവസം കൊടുത്തു. 26ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെത്താനായിട്ട് ഒരു അരമണിക്കൂർ വൈകിയപ്പോൾ ഒരു പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളെന്ത് പണിയാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടെ അരമണിക്കൂറായി വെയിറ്റ് ചെയ്യണമെന്ന്. അതാണ് നമ്മുടെ സമൂഹം. പക്ഷെ അയാൾക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാവുമ്പോഴല്ലേ ആ പ്രതീക്ഷ ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞാൽ ആരും തന്നെ നേരെ തിരിച്ച് 25 ദിവസം എനിക്കത് കിട്ടിയല്ലോ എന്നൊന്നും വിചാരിക്കില്ല. ഇപ്പൊ ഡൽഹിയിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി തോറ്റെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്. ആദ്യം അത് വലിയ കാര്യമായിരുന്നു, ഇപ്പൊ അത് വലിയ കാര്യമില്ല, കാരണം 10 കൊല്ലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ നോക്കൂ, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 4 നേരം അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഇത്ര ഗംഭീരമായ ജീവിതം എന്ന് അവർ പറയൂ. പകരം എന്ത് ചെയ്യും? പുറത്തുപോയി കഴിക്കണമെന്ന് പറയും. ഇനി പുറത്തുപോയി നമ്മൾ 10 ദിവസം മേടിച്ചു കൊടുത്തു വെച്ചാൽ കണ്ടിന്യൂസ്ലി, അപ്പൊ നമ്മൾ പറയും ഈ ഹോട്ടൽ പോരാ, വേറെ ഹോട്ടൽ, വലിയ ഹോട്ടൽ വേണമെന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യന്റെ ഇത് കൂടും. അതുകൊണ്ട് ഇത് മറന്നു പോകുമെന്ന് കൃത്യമായി ആര് മനസ്സിലാക്കണം? ഭരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് വികസനം കൊടുത്താലും, നിങ്ങൾ എന്ത് വലിയ അവരുടെ പട്ടിണി മാറ്റിയാലും, ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്ക് വലിയ തോതിൽ പട്ടിണിയില്ല. ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ ഒഴികെ ബാക്കിയൊന്നും പോഷകാഹാര കുറവുപോലെ ആളുകൾ മരിക്കുന്നില്ല. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ അമേരിക്കയേക്കാൾ കുറവിലാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവ സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ? ഇനിയിപ്പോ നമുക്ക് ജാതി മതം, മനസ്സിലായ? ഓക്കെ, ജാതി മതം ഇതൊക്കെ കൊണ്ടുവരുന്നതിനോട് ഓക്കെ. പക്ഷെ സാറ് പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരാൾക്ക് എല്ലാ ദിവസവും ബിരിയാണി വാങ്ങി കൊടുക്കുന്നു, അത് ശരിക്കും സാറിന്റെ ഔദാര്യം തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഔദാര്യമാകുന്നത്? അത് അവകാശം തന്നെയല്ലേ? ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് കിട്ടുന്നത് ഔദാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ജനങ്ങൾക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ താങ്കൾ ചോദിച്ച ചോദ്യത്തിനാണ്, അല്ല ആയിക്കോട്ടെ, നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ഈ അവകാശം കുറച്ച് നാളുകൾ മുമ്പുള്ള ഗവൺമെന്റുകൾ ഒന്നും നിങ്ങൾക്ക് തന്നിരുന്നില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഓരോ വർഷം മുന്നോട്ടാണ് പോകുന്നത്, അപ്പൊ പുതിയ പുതിയ മാറ്റങ്ങളിലേക്കല്ലേ? ആ ഓരോ വർഷം മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഇത് തന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തു തരുന്ന പണമല്ല. സത്യത്തിൽ ഇത് ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തു തരുന്ന ഒരു പണമല്ല. ഇത് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് തരുന്നൊരു പണമാണ്. ഇപ്പൊ 2500 രൂപ പെൻഷൻ കിട്ടിയാലും 2000 രൂപ പെൻഷൻ കിട്ടിയാലും നമുക്ക് തരുന്നൊരു പണമാണ്. 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തവരെ നമ്മൾ എന്ത് ചെയ്തു മറന്നു പോവുകയും നമ്മൾ കൂടുതൽ കാര്യം എന്ത് ചെയ്യുകയും ചെയ്യും, ആഗ്രഹിക്കുകയും ചെയ്യും. അതൊരു ഫാക്റ്റാണ്. നിങ്ങൾക്കൊരു സൈക്കിൾ മേടിച്ച് തന്നു എന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ കഴിയുമ്പോൾ കുറച്ച് ദിവസം ചവിട്ടി കഴിയുമ്പോൾ ദൈവം ബൈക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും. അതിൽ തെറ്റൊന്നുമില്ല. ആ ആഗ്രഹത്തിനനുസരിച്ച് ഗവൺമെന്റുകൾ മാറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നിലനിൽക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു വാഗ്ദാനം കൊടുത്താൽ അത് പാലിച്ചിട്ട് ഇനി കേരളത്തിൽ പോകാൻ പറ്റും. നേരത്തെ അങ്ങനെ വാഗ്ദാനമൊന്നും പാലിക്കാറുണ്ടായിരുന്നില്ല. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഒരു ബെഞ്ച് മാർക്ക് വന്നു. കാരണം എന്താ? ഒരു ഗവൺമെന്റ് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതേവരെ കേരളത്തിൽ പുനരധിവാസം നടത്തിയൊന്നും പ്രോപ്പർ ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ പുനരധിവാസം നടത്തണമെങ്കിൽ അത് പ്രോപ്പർ ആയിരിക്കണം,
പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രമല്ല, ചോരാത്ത വീട് വേണം കൊടുക്കാൻ. നിങ്ങൾ വെള്ളം കിനിയരുത്, വിള്ളലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വാർത്തടിച്ചിറക്കുമെന്ന് പറയണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലെവലിലേക്കൊന്നും, അത്തരത്തിലുള്ള ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഇത് 10 കൊല്ലം കഴിയുമ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ജനത്തിന് തോന്നും ഇതും പോരാ, ഇതിനും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യം വേണമെന്ന് തോന്നുമെന്ന് മാത്രമാണ്. അതിൽ അവരുടെ ഔദാര്യമാണെന്നോ ഇതാരെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരികയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരൊറ്റ ഫാക്റ്റേ ഉള്ളൂ, ജനത്തിന് അങ്ങനെ പലപ്പോഴും കൂടുതൽ 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 കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള തോന്നലുകൾ ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് നറേറ്റീവുകളിലൂടെ ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ആ ബിൽഡ് ചെയ്യുന്നതിനെ കൂടി നിങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇനി ഒരു തെരഞ്ഞെടുപ്പും ജയിക്കില്ല. നിങ്ങളിവിടെ സ്വർഗമാക്കിയാലും ശരി, നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. നിങ്ങൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇവിടെ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ട്. പ്രതിച്ഛായ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പുതിയ സിനിമ വന്നിട്ടുണ്ട് പ്രതിച്ഛായ. ആ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സിനിമയുടെ ഒരു ഡയലോഗ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രം എന്നാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് ചിലപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും, ചിലപ്പോൾ വെറുപ്പ് തോന്നും. നരേന്ദ്രമോദിയോട് ഇഷ്ടം തോന്നും, വെറുപ്പ് തോന്നും. പിണറായി വിജയനോട് ഇഷ്ടം തോന്നും, വെറുപ്പ് തോന്നും. ഇവരാരെയും നമ്മൾ ജീവിതത്തിൽ ഒരു 15 മിനിറ്റ് പോലും ഈ വെറുപ്പ് തോന്നുന്ന ആളുകളും ഇഷ്ടം തോന്നുന്ന ആളുകളും കണ്ടിട്ടില്ല. കാരണം എന്താ അറിയോ, ഈ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന ഒരു പ്രതിച്ഛായകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിച്ച് സോഷ്യൽ മീഡിയ PR എല്ലാം അതിന്റെ ഭാഗമാണല്ലോ. ഇതൊക്കെ ജനത്തിനോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ പോഡ്കാസ്റ്റിൽ തന്നെ പറയാത്തൊരു കാര്യം കൂടി താങ്കളോട് പറയാം. നമ്മുടെ സൗന്ദര്യബോധം പോലും, നമ്മൾ പറയും നമ്മൾ ആർക്കും ഇൻഫ്ലുവൻസ്ഡ് ആവൂലെന്ന് പറയും, തെറ്റാണ്. നമ്മുടെ സൗന്ദര്യബോധം പോലും വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ മാറ്റിമറിച്ചതുകൊണ്ടാണ് കൊടവയർ പ്രശ്നമാകുന്നത്, കഷണ്ടി പ്രശ്നമാകുന്നത്, ഇതെല്ലാം പ്രശ്നമാകുന്നത്. നേരത്തെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വണ്ണമുള്ള സ്ത്രീകളെയാണ് ആളുകൾ സൗന്ദര്യമുള്ളതായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ ചെറിയ മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ ഇത് വീട്ടിലൊന്നും ഇല്ലാത്ത കുടുംബത്തിലെയാണെന്ന് തോന്നുകയും മരുത്വ പഞ്ചജീരകം മേടിച്ച് കഴിക്കണമെന്ന് പറയുകയും ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് ലോകം മുഴുവൻ ഒറ്റ സൗന്ദര്യബോധത്തിലേക്ക് വന്നു. അത് മനഃപൂർവ്വം സൗന്ദര്യ മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ട് സുസ്മിത സെന്നെയും ഐശ്വര്യ റായിയെയും പോലെയുള്ള ആളുകളെ സുന്ദരിമാരാക്കിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പൊ നമ്മുടെ ശീലങ്ങളെ, നമ്മുടെ തോന്നലുകളെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ പെർസെപ്ഷനുകളെയൊക്കെ തന്നെ മാറ്റാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. അത് യഥാർത്ഥത്തിൽ ഇപ്പൊ രാഷ്ട്രീയത്തിൽ കൂടി വളരെ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൂടി കാണാതിരിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കണമല്ലോ. പണ്ട് ഇപ്പൊ ഞാൻ ചെറുപ്പകാലത്ത് നമുക്ക് സൈക്കിൾ കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ജോലിക്ക് പോകാൻ സൈക്കിൾ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ കാലത്തും വരണം. ഇനി എപ്പോ വരുന്ന സർക്കാരാണെങ്കിലും കഴിഞ്ഞ 10 വർഷം ചെയ്ത പോലെയല്ല. ഇനിയിപ്പോ വരുമ്പോ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത് എന്തിലാണെന്നറിയോ? ആ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതികൾ നടത്തുന്നതിലാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർ പോലും ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളത് ആലോചിച്ച് നോക്കണം. വംശഹത്യകൾ നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും എങ്ങനെയാണ് വളരെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി മാറി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തിയെന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആളുകളുടെ ഒരു പ്രതിച്ഛായ നിർമ്മിതികളും മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികൾക്കും കൂടി പ്രാധാന്യമുണ്ടെന്നും അതെല്ലാം കൃത്യസമയത്ത് ഫലപ്രദമായി ഇടപെടേണ്ടതാണെന്നും നമ്മുടെ ഓരോ വാക്കോ നോക്കോ നോട്ടങ്ങളോ പോലും തന്നെ വൈകാരികമായ ആളുകളുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നും ഒക്കെ എന്ത് ചെയ്യാം ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അന്തിച്ചു പോയി. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറുനാടിൻ്റെ ഒരു വീഡിയോയിൽ ഒരു ലേഡിയുടെ വോയിസ് ക്ലിപ്പ് കൊടുത്തേക്കാണ്. അവർ പറയുന്നത് പിണറായി എന്ന് പറയുന്നത് രാക്ഷസനാണെന്നാണ്. സത്യത്തിൽ പിണറായി എന്താണ് ചെയ്തേക്കണമെന്ന് എനിക്ക് അവരെ കണ്ട് ചോദിക്കണമെന്നുണ്ട്. പിന്നെ അത് അറിയില്ല, കാരണം എന്ന് വെച്ചാൽ ഷാജിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്, ഷാജിന് മാത്രം കിട്ടിയതാണ്. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടേക്കണത് പിന്നെ 20,000 25,000 1 ലക്ഷത്തോളം ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വ്യക്തിപരമായ വെറും അഭിപ്രായം, ഇനി അവർക്ക് അങ്ങനെ അഭിപ്രായം രൂപപ്പെട്ടെന്നറിയോ? അതാണ് അടുത്ത തമാശ. ആ അഭിപ്രായം രൂപപ്പെടുള്ളൂ. എന്താ കാര്യം എന്നറിയോ? അവര് രാഷ്ട്രീയം ഒന്നും അറിയാത്തൊരു പാവം പിടിച്ച വീട്ടമ്മയായിരുന്നു. അവര് 3 കൊല്ലമായുള്ളൂ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ആ വാർത്തകൾ അവർ കേട്ടേക്കണത് മൊത്തം മറുനാടന്റെ വാർത്ത മാത്രമാണ്. അല്ല, മറുനാടന്റെ വാർത്ത മാത്രമാണ്. അപ്പൊ മറുനാടന്റെ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം? രാക്ഷസനായിട്ടൊക്കെ തോന്നാം. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മാണങ്ങളിൽ ഇവർ വലിയ തോതിലൊന്നും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ മൈക്ക് കേസ് മുതൽ ഈ പറയുന്ന പോലെ കുലംകുത്തി പ്രയോഗം മുതൽ
പിന്നെ 51 വെട്ടുവെട്ടിക്കൊന്ന ആളുകളോട് എന്താണ് അതിൽ നമ്മളൊരു മരണ വീടാണെങ്കിൽ സന്ദർശിക്കണം എന്ന് പറയുന്ന കാര്യം മുതൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പ്രതീതി ആളുകളിൽ വലിയ തോതിൽ ദോഷമുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒന്ന് ആലോചിച്ചു. ഇപ്പൊ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. മൈക്കിനെതിരെയൊക്കെ ഒന്ന് ആലോചിക്കണം. മൈക്ക് നടത്തിയിട്ടുള്ള ആൾക്കെതിരെയല്ല, മൈക്കിനെതിരെ കേസെടുത്തിട്ട് എന്താ? മൈക്കിനെ രാവിലെ എഴുന്നേറ്റ് തൂക്കി കൊല്ലുക. മൈക്കിനെ മറ്റേ എന്ത് ചെയ്യും? മറ്റേ ചുങ്ങല ഇട്ടിട്ട് തൂക്കിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴെ നിന്ന് എന്ത് ചെയ്യും? അതിന്റെ എന്ത് ചെയ്യും? മൈക്കിനെ അടക്കം ചെയ്യും. എന്ത് വിവരക്കടയിൽ പറയണം? മൈക്കിനെതിരെ മാത്രമല്ല, വാർത്ത ചെയ്തതിന് എനിക്ക് സംശയമുണ്ട്. ഓഫീസിൽ കയറിയിട്ട് CCTV ഉൾപ്പെടെ സീസ് ചെയ്തുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇതിപ്പോ നമ്മള് ഒരു കാര്യം ചിലപ്പോ ഒരു പരാതി വരുമ്പോ അത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ ഞാൻ താങ്കളോട് ഐശ്വര്യമൊക്കെ പറയാം, ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഇപ്പൊ 2 പേരും 3 പേരും കൂടി വെറുതെ ഇപ്പൊ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് തമ്മനത്ത് നിർത്തുകയാണ്. അപ്പൊ തമ്മനത്ത് നിർത്തുമ്പോൾ തമ്മനത്ത് വണ്ടിയെ കൊണ്ട് സൈഡിൽ നിർത്തിയാണ്. അപ്പൊ ഒരു പോലീസുകാരൻ വന്നിട്ട് തട്ടാണ്, എന്താ ഇവിടെ നിർത്തിയേക്കണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ചോദ്യത്തിന് ആദ്യമേ തന്നെ ഞാൻ പരിങ്ങിയാലുണ്ടല്ലോ, പിന്നെ വേറെ വർത്താനായിരിക്കും വരിക. അപ്പൊ സാധാരണ ഒരുത്തം പരിങ്ങി പോകുമല്ലോ. അപ്പൊ ഞാനാവുമ്പോൾ പരിങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ നേരെ ക്ലാസ് ആദ്യം എന്താ ഇവിടെ നിർത്തിയേക്കണെന്ന് ചോദിച്ചു. ഫോൺ വന്നത് കൊണ്ട് ഇവിടെ നിർത്തിയത്, എന്താ കാര്യം എന്ന് ചോദിക്കാൻ. അല്ല എന്താ ഇവിടെ നിർത്തിയേക്കണെന്ന് ചോദിച്ചാൽ അല്ല എന്താ കാര്യം ഇവിടെ നിർത്തി? നിങ്ങൾ ഇവിടെ പറയേണ്ട കാര്യം തിരിക്കുക, ഞങ്ങൾ വണ്ടി സൈഡിലല്ലേ നിർത്തിയേക്കണം. അല്ല ഇവിടെ വണ്ടി ഇട്ടേ ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ്. അന്ന് അത് പറയൂ, ഞങ്ങൾ എന്ത് ചെയ്യാം, മാറ്റാം. അന്ന് അപ്പൊ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല സാറേ, കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് പകരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ നമ്മുടെ അടുത്ത് എന്താണ് ഇവിടെ നിർത്തിയേക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റിനെതിരാവും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ആണ്. ചിലപ്പോൾ അത് ഇപ്പുറത്തിരുന്ന് വേണമെങ്കിൽ ഇവരാരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, വൈറലാവുന്ന റീലാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ താങ്കൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇത്തരം ആളുകൾ, കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന പണികളെ തടയേണ്ടതും അത് തിരുത്തേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പലപ്പോഴും ജോലി തിരക്കൊണ്ടൊക്കെ ആയിരിക്കും. ഒരു ആഭ്യന്തര വകുപ്പിന് മാത്രമുള്ള ഒരു മന്ത്രി ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും 100-ലധികം വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, IT മുതൽ 150 വരെയുള്ള. അപ്പൊ അതുകൊണ്ടായിരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരത്തിലുള്ള 150 കാര്യങ്ങൾ കൂടിയാണ് നേരത്തെ പറഞ്ഞ മറിയക്കുട്ടിയുടെ മുതൽ മൈക്ക് വരെയുള്ള സംഭവങ്ങൾ വലിയ തോതിൽ പങ്കുവച്ചു. നമുക്കടക്കം ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു ആ ഒരു ഫ്രണ്ട്ലി ഇതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം. ഞാൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഒന്ന് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പറയുമല്ലോ, കടിക്കണ പട്ടിയുടെ വായിൽ കൈയിട്ട് കൊടുക്കുന്ന പണിയാണ് ഈ കാണിച്ചത്. മൈക്കെതിരെ കേസെടുത്തു, അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല. പുള്ളിനെ പിടിച്ച് ജയിലൊന്നും ഇട്ടില്ല. അതൊന്ന് വിശദീകരിക്കാൻ പുള്ളിനെ അവിടെ സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയേക്കണം. എന്തുകൊണ്ടായിരിക്കും? ആ പോലീസ് SIയുടെ ഇതുകൊണ്ടായിരിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ കേസാണ്. അപ്പൊ SHO പറയും വാടാ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പിടിച്ച് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, രാവിലെ പോലെ ഉച്ചവരെ നിർത്തിയിട്ട് എന്ത് ചെയ്തു, കൊടുത്തു വിട്ടു. മൈക്കിനെതിരെ കേസെടുക്കണ്ടെന്ന് ചോദിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ആ രാവിലെ പോലെ ഉച്ചവരെയുള്ള സമയം മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്ത്? മൈക്കിനെതിരെ കേസ്, മൈക്കിനെതിരെ തൂക്കി കൊല്ലുമോ, മൈക്കിനെ എന്ന് അറസ്റ്റ് ചെയ്യുമോ, എന്നിട്ട് മൈക്ക് എന്ത് ചെയ്യുമോ, ആംപ്ലിഫയറിനെ എടുത്ത് എന്ത് ചെയ്യുമോ, ജയിലിലിടോ എന്നൊക്കെ പറഞ്ഞ അറസ്റ്റാണ്. ഇത് ട്രോളും ഈ പറയുന്ന പോലെ ഇതുമായി മാറാൻ എത്ര സമയം വേണം? എന്നാൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായപ്പോ ഓക്കെ, പുള്ളിയിൽ ഒരു രാവിലെ പോലെ ഉച്ചവരെ നിർത്തി, പിന്നെ ആ കേസ് എഴുത്തള്ളുന്നവരെ വെറുതെ എന്ത് ചെയ്തു, അന്വേഷിച്ചു. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് അന്വേഷിച്ചേക്ക്, പുള്ളി എങ്ങനെയാണ്, ഇത് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്താണോ എന്ന് അന്വേഷിക്കുന്നത്. അയാൾ രഹസ്യമായി പോയി നമ്മളുടെ കൂടെ ഇത് പുള്ളി എന്താണ് ഇത് മഫ്റ്റി വേഷത്തിൽ വന്ന് സിവിൽ പോലീസ് ഡ്രസ്സിൽ വന്ന് അയാൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും, റിപ്പോർട്ട് കൊടുക്കുക. അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ സാറ് ചെയ്യുന്നതിൽ, ഇപ്പൊ സാറ് പറയുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും വിശദീകരണം കൊടുക്കുമ്പോഴാണ് ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്. താങ്കൾ ചെയ്യുന്നത് പോലെ തന്നെ ഇത്തരത്തിലൊരു വിശദീകരണം കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇതുവരെ ഈ സർക്കാരിലെ മന്ത്രിമാർ കാണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും. ഞാൻ ഐശ്വര്യയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ, എനിക്കിപ്പോ പറയാൻ മടിയൊന്നുമില്ല, ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് വരെ മന്ത്രിമാരെയൊന്നും ഞാൻ കാണാൻ പോയില്ല. കാരണം അവരെ കാണണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കാണാൻ പോയില്ല. ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ടായപ്പോൾ പല പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളോടും ഞാനത് പറഞ്ഞാണ്. മനസ്സിലായി? ഇപ്പൊ ലാസ്റ്റത്തെ മിനിറ്റിലാണ് കേട്ടോ, അത് അന്നേരം തിരുത്താനും പറ്റില്ല. പക്ഷെ എങ്കിലും ഞാനിത് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ചെന്നപ്പോൾ കണ്ടിട്ടുള്ള ആളുകൾ എന്നോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറിയതുകൊണ്ടും എനിക്ക് ആ ഫ്രീഡം തന്നിട്ടുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞതാണ്. ഇനി അർച്ചന പറഞ്ഞ വേറൊരു കാര്യങ്ങൾ വിശ്വസിക്കില്ല, ഐശ്വര്യ പറഞ്ഞ വിശ്വസിക്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവരെന്നെ കേൾക്കാനും വീണ്ടും എന്നോട് സംസാരിക്കാനും എന്നെ വിളിച്ച് വീണ്ടും എറണാകുളത്ത് വെച്ച് കാണാനും ഞാൻ വരുന്നുണ്ടെന്ന് വെച്ച് കാണാനും ഒക്കെ തയ്യാറായി. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കേൾക്കാത്ത അസഹിഷ്ണുതയുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. ഇത് പറയുമ്പോൾ പോലും ചിലരുടെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ, അത് നിങ്ങളായതുകൊണ്ടാണ് അവരെന്ത് ചെയ്യണമെന്ന് പറയണം. മനസ്സിലായി? പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്.
പക്ഷെ ഇപ്പൊ ബിനോയ് വിശ്വത്തിന്റെ ഒരു തുറന്നു പറച്ചിൽ തന്നെയുണ്ടല്ലോ, ഞാൻ നിസ്സഹായനായിരുന്നു എന്ന് ആശാസമരക്കാരോട് പറയേണ്ടി വന്നു എന്ന്. അപ്പൊ അദ്ദേഹം പോലും നിസ്സഹായനാവുന്ന ഒരു അവസ്ഥയിലേക്ക്, മുഖ്യമന്ത്രിയോട് ഡയറക്റ്റ് അദ്ദേഹത്തിന് പോലും ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് ഈ കൂട്ടത്തിലുള്ളവർ തന്നെ ഇപ്പൊ തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. ഐശ്വര്യ, ഇതൊക്കെ തുറന്നു പറയണോണ്ടൊരു എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവും, എന്നാലും ഞാൻ തുറന്നു പറയാം. ഇതൊക്കെ വെറും തരികിടയാണ്. ഇത് CPI എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ചരിത്രം താങ്കളെടുത്ത് പരിശോധിച്ച് ചോദിക്കോ, അവർ ഏത് സമയത്തും അങ്ങനെ കൈ കഴുകും. ഞാൻ നിസ്സഹായനായിരുന്നു. എന്താ പറഞ്ഞാൽ ഭരണത്തിൽ വരുമ്പോൾ അവര് 3 മന്ത്രിമാരെ ചോദിക്കും, 4 മന്ത്രിമാരെ ചോദിക്കും, അവരന്തസ്സായിട്ട് ഭരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അവരവരുടെ ഇമേജ് ബിൽഡ് ചെയ്യണ പണി നോക്കും. എന്നും ചെയ്തേണ്ടത്. അതായത് ഭരണത്തിന്റെ ഒരു കുഴപ്പവും അവരേറ്റെടുക്കില്ല, എന്നാൽ ഗുണം മുഴുവൻ അവരായതുകൊണ്ട് അവര് തിരുത്തിച്ചാണെന്നൊക്കെ എന്ത് ചെയ്യും പറയും. ഞാൻ വിചാരിക്കുന്നില്ല തുറന്നു പറഞ്ഞ, ഞാൻ തുറന്ന് താങ്കളോട് പറയും, എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പോലും ഞാൻ പറയും, ഞാനിത് പറഞ്ഞിട്ട് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാക്കൾ കേട്ടിരുന്നുവെങ്കിൽ പിന്നെ ബിനോയ് വിശ്വം ചെന്ന് പറയുമ്പോൾ കേൾക്കാതിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഈ ബിനോയ് വിശ്വത്തെ കണ്ടിട്ടുണ്ട്, പ്രകാശ് ബാബുവിനെ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് പറയണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരാരെങ്കിലും ഒരു AK സെന്ററിലേക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ LDFന്റെ മുന്നണി യോഗങ്ങൾ കൃത്യമായി കൂടിക്കൊണ്ടിരുന്നതാണ്. ആ യോഗങ്ങളിലോ ഇത് പറഞ്ഞാൽ ഒരു കാരണവശാലും പിണറായി വിജയൻ അടക്കം ഒരാൾ ഇത് കേൾക്കാതിരിക്കില്ല. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള തന്ത്രം എന്താണെന്നറിയാമോ? ഇതിന്റെ തന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപഭാരം മുഴുവൻ ആർക്കും കൊടുക്കും, CPM കൊടുക്കുകയും ഇത് ഞങ്ങൾ എപ്പോഴും ക്ലീൻ ആണ്, വിശുദ്ധ പശുക്കളാണ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇവർ കൊടുക്കും. ഇവർ ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ താങ്കളോട് പറയാം. CPIയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളോ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടോ? താങ്കൾ ശ്രദ്ധിച്ചു ചോദിക്കും. ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടില്ല, ഒരിക്കലും റിപ്പോർട്ട് ചെയ്യും. കാരണം മാധ്യമങ്ങൾക്ക് അതൊരു വിഷയമല്ല. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രം അത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്താണെന്നറിയാമോ? എല്ലാ CPIയുടെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ രൂക്ഷ വിമർശനം, അത് ഇത് എന്നൊക്കെ പറയും. എന്താ ഇവര് തന്നെ വിളിച്ചു വന്നിട്ട് റിപ്പോർട്ട്? നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ, നമുക്കറിയാലോ. ഇവര് തന്നെ വിളിച്ചു വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ RSP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എന്ത് നടക്കുന്നു, CPIയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എന്ത് നടക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. ഇവര് തന്നെ വിളിച്ചു വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. ആ വിളിച്ചു വന്നിട്ട് റിപ്പോർട്ട് ചെയ്തതിന് പറ്റിയ ഒറ്റ ഉദ്ദേശമുള്ളൂ. എന്താണെന്നറിയാമോ? ഞങ്ങൾ ക്ലീൻ ആണ്, ഇതവരാണ് എന്ത് ചെയ്തത്. ഇതാണ് സത്യത്തിൽ ഒരിക്കൽ വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി കണക്ഷൻ ഇടക്കൊക്കെ സത്യം പറയും, പുള്ളി സത്യം പറഞ്ഞത്. ഈ ഘടകകക്ഷികളൊക്കെ ഈ വർത്താനം പറഞ്ഞ മര്യാദയാണ്. സാധാരണ 5 കൊല്ലവും കിട്ടാറുള്ളത്. സാധാരണ 5 കൊല്ലം കിട്ടുമ്പോൾ ഭരണം മാറുകയാണല്ലോ. 10 കൊല്ലം കിട്ടിയില്ല. MN സ്മാരക ഓഫീസ് പോയി കണ്ടിട്ടുണ്ട് താങ്കൾ പോയി കാണണം. ഗംഭീര ഓഫീസാണ്. പണിയാൻ പറ്റിയത് ഈ ഗവൺമെന്റിന്റെ ഇതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ എന്താണ് ഞങ്ങൾ ക്ലീൻ ആണ് എന്ന് പറഞ്ഞ് ഇവര് വെറുതെ പറയുന്നതാണ്. സത്യത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞ്, ബിനോയ് വിശ്വം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞു ഇപ്പൊ PMC ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചു. അങ്ങനെ ഇവര് പറയുന്ന ഏത് നിലപാടാണ് ചെയ്യാത്തത്? മനസ്സിലായ? മറ്റേ തൃശ്ശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞു ഇവര് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. കാരണം എന്താ? ഇവർക്ക് വലിയ സീറ്റുള്ള 2ാമത്തെ ഘടകകക്ഷിയാണ്. പിന്നെ അത് മാത്രമല്ല, തുറന്നൊരു കാര്യം കൂടി പറയാം. CPM ഒറ്റക്കും ഘടകകക്ഷികളെല്ലാം ഒരുമിച്ചുമാണ് പല LDF മുന്നണി യോഗത്തിലും സംഭവിച്ചുകൊണ്ട്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇതിനപ്പുറത്തേക്കുള്ള സത്യം എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നിച്ചുകൊണ്ട് അതുകൊണ്ട് CPM അവിടെ എന്ത് ചെയ്യായിരുന്നു? ശരിയാണ്, 62 സീറ്റുണ്ടെന്ന് പറഞ്ഞാൽ CPM ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ചായിരുന്നു. ആകെ ജോസ് കെ മാണി മാത്രമാണ് വല്ലപ്പോഴും കൂടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇതൊരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി പുറത്തേക്ക് മനഃപൂർവ്വം കൊടുക്കുന്ന പരിപാടിയാണ്, കാര്യമാണ്. അത്രേ ഉള്ളൂ. അത് ജനയുഗത്തിൽ കൊടുത്ത ഒരു മനുഷ്യൻ കേൾക്കൂല. അതുകൊണ്ട് ലീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മെയിൻസ്ട്രീം മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ അത് കഴിയുമ്പോൾ ഇവരിരുന്ന് വർത്താനമൊക്കെ പറയും, ഞങ്ങള് തിരുത്തൽ ശക്തിയാണ്, അതാണ് ഇതാണെന്നൊക്കെ എന്ത് ചെയ്യും പറയും. ആ വാചകടിക്കും. അല്ലാതെ എന്താ? അല്ലാതെ ഇവര് ഒരു കാര്യത്തിലും എന്ത് ചെയ്തിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ക്ലാരിറ്റി കൊടുക്കാന്നുള്ളതിന് വലിയൊരു പങ്ക് തന്നെ. ഇത് സത്യത്തിൽ ചെയ്യാത്ത എനിക്ക് ജോസ് കെ മാണിയുടെ ഒക്കെ എനിക്ക് വലിയ മതിപ്പുണ്ട്. ജോസ് കെ മാണിയൊന്നും ഈ പണിക്ക് നിൽക്കാറില്ല, ബാക്കിയുള്ള ചെറിയ കക്ഷികളൊന്നും നിൽക്കാറില്ല. പക്ഷെ CPI എല്ലാ കാലത്തും നിങ്ങൾ നോക്കിക്കോളൂ, CPI എന്തായിരിക്കും. അതുപോലെ VS അച്യുതാനന്ദന് വലിയ ജനപിന്തുണ ഉണ്ടായപ്പോൾ CPI ആരുടെ ഭാഗത്തായിരുന്നു? PS പക്ഷത്തായിരുന്നു. അങ്ങനെ പല സമയത്തും ഇവരെന്ത് ചെയ്യും? അത്തരം തന്ത്രപരമായ നിലപാടുകൾ എടുക്കും. വെളിയും ഭാർഗവനൊക്കെ ഇരുന്നപ്പോൾ കുറച്ചുകൂടി, CK ചന്ദ്രപ്പനായിരുന്നപ്പോൾ കുറച്ചുകൂടി നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വം, എനിക്ക് തോന്നുന്നില്ല ബിനോയ് വിശ്വം അങ്ങനെ തിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്നോ. ഈ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ കണ്ട സിറ്റുവേഷൻ കൂടി ആലോചിക്കണം. PMC പദ്ധതിയിൽ ഒപ്പിടുന്നു പറഞ്ഞ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ CPIയുടെ ഓഫീസിലേക്ക് V ശിവൻകുട്ടി വരികയത്. മനസ്സിലായി? ശിവൻകുട്ടി വന്നേ വരെ ഇത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരു തലവേദന ഇല്ലാതെ പോകാൻ അങ്ങോട്ട് എന്ന് കാണും. ആ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ മറ്റേതിലൊന്നും ഒരു അർത്ഥമില്ല. അതൊക്കെ മിത്രങ്ങൾ തന്നെയാണ്. പിന്നെ ആ മിത്രങ്ങളുടെ അടിയും ഇവരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവർക്ക് പോലും ഈ ഭരണത്തോട് സംതൃപ്തി ഇല്ലെന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനും ഇത് സഹായിച്ചു. അതാണ് പറഞ്ഞതുപോലെ തന്നെ BJP 2020
കരുവാക്കിയതുപോലെ ഒരു പാപഭാരം എവിടെയെങ്കിലും കൊണ്ട് ശാരാനായിട്ട് ഇപ്പോൾ ആ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ എന്ത് ചെയ്താലും അവരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയാലും നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ സ്ഥിരം, ഞാൻ ഉൾപ്പെടെ എന്റെ കയ്യിൽ നിന്ന് തട്ടി പറ്റിയാലും ഞാൻ പറയും പാത്തു നീ അതവിടെ കൊണ്ട് വെച്ചത് കൊണ്ടാണ് എന്ന് പറയും. അപ്പൊ അതുപോലെ എവിടെയെങ്കിലും ചാരാനൊരു തോളുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. അത് CPI കാലാകാലങ്ങളായി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ ഇവർ വിളിച്ചിട്ട് ഇനി കേൾക്കാതിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പലപ്പോഴും CPM ഒരു വലിയേട്ടൻ മനോഭാവമൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ PM ശ്രീയുടെ കാര്യം പറയുമ്പോഴും PM ശ്രീനെ എതിർത്തു എന്ന് പറയുന്ന ആൾക്കാര് പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാന്യനായ നേതാവിന്റെ കൊച്ചുമകൻ പഠിക്കുന്നത് സർവോദയ സ്കൂളിലാണ്. PM ശ്രീയുടെ അണ്ടറിൽ PM വരുന്ന ശ്രീയൊക്കെ നടപ്പാക്കേണ്ടി വരുമെന്നേ. PM ശ്രീ ഒന്ന് നിങ്ങളിപ്പോ അങ്ങനെ അതിനെ കാണുന്നതിലും അർത്ഥമില്ല. ഇപ്പൊ ഞാനൊരു കാര്യത്തെ എതിർക്കുന്നു, അപ്പൊ എന്റെ കൊച്ചതിനെ ചിലപ്പോൾ അനുകൂലിക്കാം, അതൊക്കെ വേറെ കാര്യമാണ്. PM ശ്രീയൊക്കെ നടപ്പാക്കേണ്ടി വരും. കാരണം PM ശ്രീയൊക്കെ ഒരു വലിയ വിഷനുള്ള ഒരു പരിപാടിയാണ്. അതിൽ ചില ഇവരുടേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇരുന്ന്. ഞാൻ അന്ന് ഗൗതമിനോട് 3 വട്ടം ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ PM ശ്രീ അനുകൂലിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഗൗതം വിചാരിച്ചില്ല അത്. അതെന്ന് വെച്ചാൽ PM ശ്രീയെ കുറിച്ച് പഠിച്ചാൽ ഈ 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് 4 കൊല്ലമാക്കുന്ന അടക്കമുള്ള നിരവധി പരിഷ്കാരങ്ങൾ അതിനകത്തുണ്ട്. ഈ 4 കൊല്ലം ആക്കാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഗുണമെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ടതാണ്. ഈ കേരളത്തിൽ നിന്ന് മുഴുവൻ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകണം. വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ എന്ത് വേണമെന്നറിയോ? 12+4 എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അവിടെ PG കയറാൻ പറ്റും. നിങ്ങൾ 12+3 എന്ന് പറയുന്ന +2 കഴിഞ്ഞിട്ട് പിന്നെ 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സും കൂടി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പിന്നെയും ഡിഗ്രി കയറേണ്ടി വരും, ഗ്രാജുവേഷൻ കയറേണ്ടി വരും. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചേരാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ലോകം മുഴുവനുള്ള വിദ്യാഭ്യാസ ക്രമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണിത്. പിന്നെ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി അടക്കം മറ്റു പല കാര്യങ്ങളിലും അടക്കം ഇവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് കൂട്ടി ചേർത്തിട്ടുണ്ട്. അത് പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്ന ഓപ്ഷനുകളൊക്കെ അതിനകത്ത് ഉണ്ട്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് സത്യത്തിൽ PM ശ്രീക്ക് ഒപ്പിടാമെന്ന് CPM വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും PM ശ്രീ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പമായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ CPIക്ക് തോന്നി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം. CPIക്ക് ഒരു ഗുണവും കൂടിയുണ്ട്, 5ന്റെ പൈസ കൊടുക്കണം ഇമേജ് ബിൽഡിങ്ങിന്. ശ്രദ്ധിച്ചല്ല, 5ന്റെ പൈസ കൊടുക്കണം ഇമേജ് ബിൽഡിങ്ങിന്. എന്ത് ചെയ്താൽ മതി? അകത്തുനിന്ന് നിർത്താം. കോൺഗ്രസിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് ശ്രദ്ധിച്ചണ്ട. കോൺഗ്രസിന് ഒരു ഗുണമുണ്ട്. കോൺഗ്രസിനകത്തുനിന്ന് ഒരു വിപ്ലവം ഉണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് ഇമേജ് വർദ്ധിക്കും. അതായത് തിരുത്തൽ ശക്തികൾ ആ G കാർത്തികൻ, രമേശ് ചെന്നിത്തല, MI ഷാനവാസ്, K കരുണാകരന്റെ വിപ്ലവം എല്ലാ ദിവസവും മീഡിയ കവറേജ് കൊടുക്കും. കാരണം മീഡിയക്ക് ഇഷ്ടമാണ്. ഈ തല്ലുപിടുത്തം മാത്രമേ മീഡിയ എന്ത് ചെയ്യുള്ളൂ, വളരെ പറ്റുള്ളൂ. ഈ PM ശ്രീ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ആലപ്പുഴയിലല്ല കോഴിക്കോട് CPIയുടെ ഓഫീസിലിരിക്കുക. അപ്പൊ അന്ന് മന്ത്രിസഭയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനം എടുക്കുക ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റ് ആയിട്ടുള്ള തീരുമാനം. എനിക്കറിയാം മന്ത്രിസഭയിൽ നിന്നൊന്നും ചെയ്യാൻ പോകില്ല, വിടാൻ പോകുന്നില്ല, ഇടതുപക്ഷത്തൊന്നും ഒരു വിടാൻ പോകുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഈ കാര്യത്തിൽ എന്ത് ചെയ്തു. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് CPIയോട് എനിക്കിപ്പോഴും അറിയില്ല പറഞ്ഞിട്ടുണ്ടോന്ന്, പറയേണ്ടതായിരുന്നു നേരത്തെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം അപ്പുറത്ത് മാധ്യമങ്ങൾ ഇതെല്ലാം ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്ന് CPM ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇനിയും പണി പാടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ പോലും മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPMന്റെ കുറ്റമാണ്. മറ്റേ അഖിലേന്ത്യാ തലത്തിലുള്ളതുപോലെ മോദിയുടെ കുറ്റം പറയുന്നില്ല, പകരം രാഹുൽ ഗാന്ധിയുടെ കുറ്റമാണ് മീഡിയകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ സത്യത്തിൽ VD സതീശൻ, ഞാൻ ഇന്ന് ചിലരോട് ഓർമ്മിപ്പിച്ചായിരുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ മറന്നുപോലെ എന്ന് പറഞ്ഞായിരുന്നു. എന്താ വെച്ചാൽ VD സതീശന് എതിരെ അദ്ദേഹത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടവരുടെ മാധ്യമങ്ങൾ ഇപ്പോഴും പിണറായി ബെഞ്ചിരുന്നു, പിണറായി ഈ പറയുന്ന പോലെ താഴെ ഇരുന്നു, പിണറായി മുകളിലിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടിട്ട് മാധ്യമങ്ങൾ ഇപ്പൊ ഇനിയെങ്കിലും പെട്ടെന്നൊന്നും പോകുന്നേ വിചാരിക്കുന്നില്ല. പോയില്ലെങ്കിൽ CPM എന്ത് ചെയ്യണം? ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി വാർത്തകളുണ്ട്. എന്താണെന്നറിയാമോ? CPMന്റെ ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം, ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം, ബാക്കിയുള്ള വിമർശനം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറെ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ സഖാവെ ഭയങ്കര വിമർശനമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ വാചകമുണ്ട്, വിമർശനം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒറ്റയാളാണ് ആ വിമർശനം ഉന്നയിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് പിന്നെ എങ്ങനെ വലിയ വാർത്തയായിട്ടുണ്ട്? 45 പേരായിട്ട് ഉണ്ട്, പക്ഷെ അതിൽ ഒരാളെ വിമർശനം ഉന്നയിച്ചാൽ ബാക്കി അയാൾ തന്നെ എന്ത് ചെയ്തു, വാർത്തയും കൊടുത്തു. അതോടുകൂടി വാർത്ത എന്ത് ചെയ്തു വന്നു. അപ്പൊ ഇത് ഭയങ്കര വാർത്തകളായിട്ട് എന്ത് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കും. പിണറായി വിജയനെ മാറ്റാൻ എല്ലാവരും പറയുന്നു എന്നുള്ള വാർത്തയായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും CPM കുറച്ചുകൂടി ശ്രദ്ധിക്കുകയും ഈ പ്രചരണങ്ങളെ നേരിടാൻ പഠിക്കുകയും വേണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ CPIയുടെയൊക്കെ ഒന്നും കൂടി കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം,